അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധമായ ഹജറുൽ അസ്വദിൻ്റെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. അതിൻ്റെ 7 ചീളുകൾ മാത്രമാണ് ആ കാണുന്നത്. ആ നടുവിൽ കാണുന്ന 7 ചീളുകൾ മാത്രമാണ് ഇപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ളത്. ബാക്കിയുള്ളതൊക്കെ അരക്ക് കൊണ്ട് ഉരുക്കി ഉണ്ടാക്കിയ ഒരു മിശ്രിതമാണ്. അതിലെ ഒട്ടിച്ചു വെച്ചതാണ് 7 ഹജറുൽ അസ്വദിൻ്റെ കഷ്ണങ്ങൾ. പരിശുദ്ധമായ മസ്ജിദ് കഅബയിൽ 21ഓളം വർഷം ഈ ഹജറുൽ അസ്വദ് ഇല്ലാതെ തവാഫ് ചെയ്ത കാലമുണ്ടായിരുന്നു. എന്തായിരുന്നു അതിന് സംഭവിച്ചിരുന്നത്? ആർക്കെങ്കിലും അറിയോ? ഹിജ്റ 317 ദുൽഹജ്ജ് 8 സുലൈമാൻ ബിൻ ഹസൻ അബു ത്വാഹിർ അൽ കർമത്തി എന്ന് പറയുന്ന കറാമിത്ത വർഗക്കാരുടെ സ്ഥാപക നേതാവും സംഘവും വന്നുകൊണ്ട് വിശുദ്ധ മക്കയെ ആക്രമിക്കുകയും കഅബയെ ആക്രമിക്കുകയും 30,000 പേരെ, അന്ന് ഹജ്ജിന് വന്നവരിൽ 30,000 പേരെ കൊലപ്പെടുത്തുകയും ചെയ്തു. അന്ന് അങ്ങനെ അവർ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ ലോകത്തിലെ അത്ഭുത ജലപ്രവാഹമായി ആ ഒരു സംസം കിണറിലേക്ക് ആ കുന്നവരെയൊക്കെ വലിച്ചെറിയുകയൊക്കെ സംസം കിണർ മലീനസമാക്കുകയൊക്കെ ചെയ്ത ഒരു നിഷ്ഠൂരമായ സംഭവം നടന്ന ഒരു ചരിത്രം ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഹജ്ജിന്റെ തൊട്ടു തലേ ദിവസമായ യൗമു തർവിയ ദിവസത്തിൽ അഥവാ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന ആയിരക്കണക്കിന് ഹജ്ജാജിമാർ മിനയിലേക്കൊക്കെ പോകാൻ ഒരുങ്ങി നിൽക്കുന്ന സമയത്ത് അബു ത്വാഹിറുൽ കർമത്തി വന്നുകൊണ്ട് ഒരു ദുബൂസ് വലിച്ചെടുത്തുകൊണ്ട് ആ വിശുദ്ധ കഅബാലയത്തിൽ വെച്ചിരുന്ന അഥവാ 1 മീറ്റർ 10 സെന്റിമീറ്റർ ഉയരത്തിൽ സ്ഥാപിച്ച അഥവാ 17 സെന്റിമീറ്റർ വലിപ്പവും 25 സെന്റിമീറ്റർ നീളവും ഉണ്ടായിരുന്ന ആ പരിശുദ്ധ ഹജറുൽ അസ്വദിനെ വിശുദ്ധ കഅബയിൽ നിന്നും അടർത്തിയെടുത്തുകൊണ്ട് കഷണങ്ങളാക്കി പൊട്ടിച്ച് പുറത്തെടുത്ത് അവർ അവരുടെ നാടായ മക്കയിൽ നിന്ന് 1283 കിലോമീറ്റർ അകലെയുള്ള അൽജിഷിലേക്ക് കൊണ്ടുപോവുകയും ഇവിടെ ഒരു കഅബയുടെ ഡമ്മി നിർമ്മിച്ച് അതിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്ത ഒരു സംഭവം ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. നീണ്ട 22 വർഷം ഹജറുൽ അസ്വദ് ഇല്ലാത്ത ഒരു കാലം മക്കത്ത് ഉണ്ടായിട്ടുണ്ട്. പിന്നീട് ഹിജ്റ 339 സൻബർ എന്ന ഖറാമിത്ത വിഭാഗത്തിൽ തന്നെ പെട്ട അവരുടെ ഒരു ഭരണാധികാരിയാണ് ഹജറുൽ അസ്വദിനെ തിരിച്ച് 8ഓളം കഷണങ്ങളാക്കി മാറ്റിയ ആ ഒരു ഹജറുൽ അസ്വദിനെ തിരിച്ചേൽപ്പിച്ചത്. അവർ 8 കഷ്ണത്തിൽ 7 കഷ്ണമാണ് ഇന്ന് അരക്ക് കൊണ്ട് അവിടെ ഒട്ടിച്ചു വെച്ചത്. പിന്നെ ഒരു കഷ്ണം വേറെ ഒരു സ്ഥലത്തുമുണ്ട്. അത് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. ഏതോ രാജാവ് അവരുടെ ദർബാറിൽ വച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഹജറുൽ അസ്വദ് 7 കഷ്ണങ്ങൾ ആ അരക്കുകൊണ്ട് ഉരുക്കി ഉണ്ടാക്കിയ ഒരു മിശ്രിതത്തിൽ ഒട്ടിച്ചു വെച്ചതാണ്. നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ 7 കഷ്ണങ്ങളാണ് കാണാൻ കഴിയുക. ഓക്കെ, ഹജറുൽ അസ്വദിൻ്റെ ചരിത്രമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.